കേരളത്തിൽ NDA സഖ്യം സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി. BJP 14 സീറ്റിലും BDJS 5 സീറ്റിലും മത്സരിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി മുരളീധർ റാവു പറഞ്ഞു. കോട്ടയത്ത് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം മത്സരിക്കും. തൃശൂർ, ഇടുക്കി, വയനാട്, ആലത്തൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് BDJS സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. Seats in Kerala, 14 seats BJP has decided to contest, and 5 seats BDJS under the leadership of Tusharji, and 1 seat will be contested by Kerala Congress under the leadership of PC Thomas. UDF LDF MLA-മാർക്ക് സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് ചോദിച്ചു. കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. NDA പ്രതിനിധികൾ കേരളത്തിൽ നിന്ന് ജയിച്ച് 17ാം ലോകസഭയിൽ ഉണ്ടാകും. ഈ 9 MLA-മാരും തലസ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കും. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശൂരിൽ മത്സരിക്കുന്ന കാര്യം സ്ഥിരീകരിക്കാൻ തുഷാർ വെള്ളാപ്പള്ളി തയ്യാറായില്ല. BDJS യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മത്സരിക്കാൻ ആവശ്യമെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കുമെന്നും തുഷാർ പറഞ്ഞു. സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. അതിനടുത്തുള്ള എല്ലാ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. ഇലക്ഷന് മത്സരിക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ സീറ്റുകൾ ഡിക്ലെയർ ചെയ്തു. ഇതിന് ശേഷം അവിടെ കേരളത്തിലെത്തിയ ശേഷം ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനം എടുക്കുമ്പോൾ അങ്ങനെ രാജിവെക്കേണ്ട വന്നാൽ രാജിവെക്കും. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, കേരളത്തിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുകയാണ്. BJP 14 സീറ്റിലെന്ന് അറിയാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്ന സീറ്റുകൾ ഏത് രീതിയിലാണ്? ദിവ്യ, അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള മുരളീധർ റാവു ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സത്യ, BJP നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, ഒപ്പം BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരാണ് പങ്കെടുത്തത്. ഇവരുടെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും ഒരു കാര്യം വളരെ കൃത്യമായി അറിയാം. സീറ്റ് വിഭജനം മാത്രമല്ല പൂർത്തിയായിരിക്കുന്നത്, സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയോടുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല എന്നാണ്. എങ്കിൽ പോലും അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജനവിധി തേടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തൃശ്ശൂർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് BJP BDJSന് വേണ്ടി മാറ്റിവെക്കുന്നുവെങ്കിൽ അത് തുഷാറിനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമായിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം തൃശ്ശൂരിൽ നിന്ന് വലിയ വോട്ട് സ്വാധീനം, അതായത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയിട്ടുള്ള പ്രദേശമാണ് തൃശ്ശൂർ എന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു തൃശ്ശൂർ പോലെ ഒരു മണ്ഡലം മാറ്റിവെക്കുന്നുവെങ്കിൽ അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മാത്രമായിരിക്കും മാറ്റിവെക്കുക. അല്ല എങ്കിൽ ഈ സീറ്റ് തൃശ്ശൂർ സീറ്റ് BJP എടുക്കുകയും മറ്റേതെങ്കിലും സീറ്റ് BDJSന് നൽകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരിക്കും തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് SNDP ഭാരവാഹിത്വം വേണ്ടി വന്നാൽ രാജിവെക്കും എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം BJP ദേശീയ നേതൃത്വവുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ പേര് ഒരു തർക്കവും ഉണ്ടായില്ല. തർക്കമുണ്ടായത് പത്തനംതിട്ടയെ സംബന്ധിച്ചായിരുന്നു. ആദ്യം MT രമേശും അൽഫോൺസ് കണ്ണന്താനവും സീറ്റിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നുവെങ്കിൽ ഫൈനൽ ലാപ്പിലേക്ക് എത്തിയപ്പോൾ അത് അഡ്വക്കേറ്റ് PA ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും തമ്മിലുള്ള ഒരു മത്സരമായി മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ അവിടെ സുരേന്ദ്രന് തന്നെയാണ് വിജയം എന്ന് തന്നെ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് ജനവിധി തേടുകയും സംസ്ഥാനത്ത് ഉടനീളമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും ഇപ്പോഴുള്ളത്. കൊല്ലം സീറ്റിൽ നിന്ന് ടോം വടക്കൻ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയ ടോം വടക്കൻ തന്നെയാണ് ഇപ്പോഴും പരിഗണന ലഭിക്കുന്നത് എന്നാണ് അറിയുന്നത്. കൊല്ലവും ചാലക്കുടിയും പോലെയുള്ള സീറ്റുകൾ സംബന്ധിച്ചാണ് നമുക്ക് ഉറപ്പിച്ച സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കാത്തത്. അൽഫോൺസ് കണ്ണന്താനം മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പത്തനംതിട്ടയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ കൂടി എറണാകുളത്ത് തന്നെയായിരിക്കും മാറ്റുരയ്ക്കുക എന്ന കാര്യത്തിലും വ്യക്തത വരുന്നുണ്ട്. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ, പാലക്കാടില്ല എങ്കിൽ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയിരുന്നതാണ് ശോഭാ സുരേന്ദ്രൻ. എങ്കിലും ശക്തമായ വനിതാ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ ഉറച്ച നിലപാടിനെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് ജനവിധി തേടുന്നത്. ഒപ്പം ന്യൂനപക്ഷ മുഖങ്ങൾ 4-5 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികൾ
ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന കൃത്യമായ നിർദ്ദേശവും ദേശീയ നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് അൽഫോൺസ് കണ്ണന്താനം, ടോം വടക്കൻ, BDJSന്റെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്. ഒപ്പം കോട്ടയത്ത് നിന്ന് ജനവിധി തേടുന്ന PC തോമസ്, അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായി ആൻഡ്രോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കപ്പെടുമ്പോൾ NDAയിൽ വളരെ കൃത്യമായ ന്യൂനപക്ഷ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു. ആലപ്പുഴയിൽ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ജനവിധി തേടാൻ പോകുന്നത്. പാലക്കാട് നിന്ന് C കൃഷ്ണകുമാർ, പൊന്നാനിയിൽ VT രമ, മലപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് VK പ്രകാശ് ബാബു, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് രവീഷ തന്ത്രി കുണ്ടാർ എന്നിങ്ങനെയുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റ് സീറ്റുകൾ സംബന്ധിച്ച് ധാരണ, അതായത് BDJS, കേരള കോൺഗ്രസ്, BJP സംബന്ധിച്ച സീറ്റ് ധാരണ 14 സീറ്റുകളിൽ BJP മത്സരിക്കുന്നു, 5 സീറ്റുകളിൽ BDJS ജനവിധി തേടും, 1 സീറ്റിൽ കോട്ടയത്ത് കേരള കോൺഗ്രസും പോരാട്ടത്തിനിറങ്ങും. ഏകദേശ സീറ്റുകളിൽ മത്സരിക്കുന്ന ഏകദേശ വിവരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നൽകുന്ന ഈ പേരുകളിൽ കാതലായ ഒരു മാറ്റത്തിന് സാധ്യതയില്ല. ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായ ഒരു പ്രസ് റിലീസോ അല്ലെങ്കിൽ പട്ടികയോ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ. അത് ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റിയേക്കാം. അല്ല എങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച നിർണയം, സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്ന് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദിവ്യ. ശരി, KP അഭിലാഷാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി SNDP ഭാരവാഹിത്വം രാജിവെക്കണമെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തുഷാറിനോടും SNDP യോഗം ശരിദൂരം തന്നെ സ്വീകരിക്കും. വടകരയിൽ P ജയരാജൻ അവഗണിക്കാനാവാത്ത സ്ഥാനാർത്ഥിയാണ്. തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തുഷാർ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആവർത്തിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കണമെങ്കിൽ തുഷാർ SNDP ഭാരവാഹിത്വം രാജിവെക്കണം. അച്ചടക്കത്തിലുള്ള ഒരു സമുദായത്തിന്റെ പ്രവർത്തകനായിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വടകരയിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുക. ഒരുപാട് വിമർശിക്കുക, അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് വിമർശനത്തിന് നേരിടുന്നതാണ്. പക്ഷെ ആർക്കും അവഗണിക്കാനൊക്കാത്ത ഒരു നേതൃഗുണവും ജനകീയ അംഗീകാരമുള്ള ഒരാളാണ് P ജയരാജൻ. തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം ചതിച്ചു. AM ആരിഫ് മത്സരിക്കുന്നതിനാൽ പരാജയം ഭയന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാതെ പിന്മാറിയതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ആരിഫ് തോറ്റാൽ മുടി മൊട്ടയടിക്കുമോ എന്ന ചോദ്യത്തോട് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം നാളെ മൊട്ടയടിക്കാന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നാമത് എന്റെ തലയൊന്നും മൊട്ടയടിക്കാനൊന്നും ഇല്ല. ആ ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ നിങ്ങൾ അത് വ്യാഖ്യാനം. ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് സന്ദർശിക്കാൻ എത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ന്യൂസ് 18 ആലപ്പുഴ. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ വജ്രവ്യാപാരി നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിൽ. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ കോടതിയിൽ നീരവിനെ ഹാജരാക്കും. നേരത്തെ കോടതി നീരവ് മോദിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. 13,000 കോടിയുടെ തട്ടിപ്പിൽ പ്രതിയായ നീരവിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീ അബ്ദുൾ റഷീദ്, നമ്മുടെ ഇന്ത്യയുടെ അഭ്യർത്ഥന അല്ലെങ്കിൽ ആവശ്യം പരിഗണിച്ച് തന്നെയാണോ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതും? ഒപ്പം ഇന്ത്യക്ക് കൈമാറാൻ നീരവ് മോദി ഇന്ത്യക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയും എത്രത്തോളമുണ്ട്? ദിവ്യ, 13,500 കോടി രൂപയുടെ ധനകാര്യ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഈടിന്മേൽ വ്യാജരേഖകൾ ഹാജരാക്കി വിവിധ ബാങ്കുകളിൽ നിന്ന് 13,500 കോടി രൂപ തട്ടിയെടുത്തു എന്ന കേസിൽ പ്രധാന പ്രതിയാണ് നീരവ് മോദി. 2018 ജനുവരിയിൽ രാജ്യം വിട്ട 17 മാസമായി ലണ്ടനിൽ ആഡംബര ജീവിതം നയിക്കുകയാണ് നീരവ് മോദി എന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു. ഏറെക്കാലമായി അദ്ദേഹത്തെ തിരികെ ഇന്ത്യയിൽ എത്തിക്കാനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഇന്ത്യ ശ്രമിച്ചു വരികയാണ്. നീരവ് മോദി ലണ്ടനിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതുവരെ ബ്രിട്ടീഷ് സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ദേശീയ മാധ്യമങ്ങളും ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഇക്കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ കോടതിയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് നീരവ് മോദിയെ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് എപ്പോൾ വിട്ടുകിട്ടും എന്നത് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമൊന്നുമില്ല. ഒരുപക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ അത്ര എളുപ്പവുമല്ല എന്ന് വേണം കരുതാൻ. കാരണം ഇന്ത്യയിൽ 13,500 കോടിയുടെ ധനകാര്യ തട്ടിപ്പിൽ എന്നതുപോലെ അമേരിക്കയിൽ നിരവധി വജ്ര തട്ടിപ്പ് കേസുകളിലും നീരവ് മോദി പ്രതിയാണ്. നീരവ് മോദിയുടെ ഭാര്യ ആമി മോഡിക്കെതിരെ അമേരിക്കയിൽ തന്നെ അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട്. അപ്പോൾ അമേരിക്കയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇന്റർപോൾ നോട്ടീസുമുണ്ട്. ലണ്ടനിലും ചില കേസുകൾ അദ്ദേഹത്തിനെതിരുണ്ട്. ലണ്ടൻ കോടതി അറസ്റ്റ് വാറന്റുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് അത്ര വേഗം വിട്ടുകിട്ടുമെന്ന വിലയിരുത്തലുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. എന്തായാലും ലണ്ടനിൽ നീരവ് മോദി അറസ്റ്റിലായിരിക്കുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് വെസ്റ്റ് മിനിസ്റ്റർ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. അബ്ദുൾ റഷീദാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
വടകരയിൽ പി ജയരാജനെതിരെ എല്ലാ പാർട്ടികളിലെയും രക്തസാക്ഷി കുടുംബങ്ങളെ സംഘടിപ്പിച്ച് പ്രചാരണം നടത്താൻ RMP. കൊല്ലപ്പെട്ട കോൺഗ്രസ്, ലീഗ്, BJP പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ച് ഇരകളുടെ സംഗമം സംഘടിപ്പിക്കും. വടകരയിൽ വീണ്ടും കോലീബി സഖ്യത്തിനാണ് കളമൊരുങ്ങുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആരോപിച്ചു. TP ചന്ദ്രശേഖരൻ വധം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ഉന്നത CPM നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് RMPയുടെ ആരോപണം. ലീഗ് പ്രവർത്തകൻ അരിയിൽ ഷുക്കൂറിന്റെയും BJP പ്രവർത്തകൻ കതിരൂർ മനോജിന്റെയും വധക്കേസുകളിൽ പി ജയരാജൻ പ്രതിയാണ്. ഈ സാഹചര്യത്തിലാണ് RMP ഇരകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. അപ്പോൾ ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നു കതിരൂർ മനോജിൻ്റെയും അതുപോലെ പയ്യോളിയിലെ മനോജിൻ്റെയും ഒക്കെ ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകത ഈ കൊലപാതകങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കും. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJP കുടുംബങ്ങളെ രംഗത്തിറക്കുന്നതോടെ വടകരയിൽ 91-ലേതിന് സമാനമായി കോലീബി സഖ്യത്തിനാണ് നീക്കമെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ആരോപിച്ചു. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് പി ജയരാജൻ BJPയുടെയും UDFന്റെയും ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. കെ മുരളീധരൻ നാളെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം കൊലപാതക രാഷ്ട്രീയമായിരിക്കുമെന്ന നിലപാടിലാണ് UDFും RMPയും. മണ്ഡലത്തിൽ BJPയുടെയും പ്രചാരണ വിഷയം ഇതുതന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പൂർണ്ണമായ മേൽക്കൈ നേടുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കെതിരായി ജനങ്ങൾ വിധിയെഴുതും. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് ഐക്യകണ്ഠേനയാണെന്നും മുല്ലപ്പള്ളി ഡൽഹിയിൽ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. കർഷകരുടെ കടങ്ങൾക്കുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിച്ചുള്ള ഉത്തരവിറങ്ങാത്തതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ഉത്തരവിറക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കർഷകർക്ക് ആശങ്ക വേണ്ടെന്നും ജപ്തി നടപടികൾ ഉണ്ടാകില്ലെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കർഷകരുടെ എല്ലാ വായ്പകൾക്കുമുള്ള മൊറട്ടോറിയത്തിന്റെ കാലാവധി ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കാനായിരുന്നു മന്ത്രിസഭാ തീരുമാനം. കർഷക ആത്മഹത്യ തുടർ സംഭവമായ സാഹചര്യത്തിലായിരുന്നു സർക്കാർ നടപടി. എന്നാൽ ഇതു സംബന്ധിച്ച ഉത്തരവിറക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഉത്തരവിറക്കാൻ കഴിയാതെയുമായി. ഇക്കാര്യത്തിലെ അതൃപ്തി കൃഷിമന്ത്രി VS സുനിൽകുമാർ പരസ്യമാക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവിറക്കാൻ കഴിയാത്തത് ഗുരുതര വീഴ്ചയായെന്ന മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി പറഞ്ഞു. ഉത്തരവിറക്കാൻ വേണ്ട അടിയന്തര നടപടി വേണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിലവിലെ മൊറട്ടോറിയത്തിന്റെ കാലാവധി മെയ് അവസാനം വരെയുണ്ടെന്നും കർഷകർ ആശങ്കപ്പെടേണ്ടെന്നും മന്ത്രി VS സുനിൽകുമാർ. മൊറട്ടോറിയം സംബന്ധിച്ച കാര്യത്തിനകത്ത് യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല. കർഷകർക്ക് ബാങ്കുകളുടെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജപ്തി നോട്ടീസ് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സർഫാസി നിയമപ്രകാരം എടുക്കുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങൾക്ക് അത് മരവിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയുണ്ടായി. മാർച്ച് 5-നാണ് മൊറട്ടോറിയത്തിന്റെ കാലാവധി ദീർഘിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. 10-ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ഉത്തരവിറക്കാൻ ഇത്രയും ദിവസം വൈകിയതാണ് സർക്കാരിന് തിരിച്ചടിയായത്. News 18, തിരുവനന്തപുരം. സംസ്ഥാനം സ്ഥിരമായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ഒരുങ്ങുന്നു. DGPയുടെ ശുപാർശയിൽ തീരുമാനമെടുക്കാൻ നാളെ നിർണായക യോഗം ചേരും. ഓച്ചിറയിൽ നിന്ന് രാജസ്ഥാൻ സ്വദേശിയായ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ബംഗളൂരുവിലേക്ക്. മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് പ്രതി റോഷന്റെ പിതാവ് നവാസ് News 18നോട് പറഞ്ഞു. നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ. സംഭവ ദിവസം പ്രതികൾ ഓച്ചിറ പരബ്രഹ്മ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി. മുഖ്യപ്രതി റോഷൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. മാതാപിതാക്കളെ മർദ്ദിച്ച് പെൺകുട്ടിയെ വിളിച്ചിറക്കി കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആദ്യം പോയത്. രാവിലെ 9 മണിക്ക് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് തിരിച്ച ട്രെയിനിലാണ് പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ പോയത്. കൂട്ടുപ്രതികളായ അനന്തു, ബിബിൻ എന്നിവർ ഇന്നലെ പുലർച്ചെ 5:30 എറണാകുളത്ത് നിന്നും ഓച്ചിറയിലേക്ക് മടങ്ങി. പെൺകുട്ടിയും പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് ചിലർ ശ്രമം നടത്തുന്നുവെന്നും മകനെ സംരക്ഷിക്കില്ലെന്നും റോഷന്റെ പിതാവ് നവാസ്. സത്യാവസ്ഥ പുറത്തു വരട്ടെ, പെൺകുട്ടിയെ ഈ ചെറുക്കനെ കണ്ടുപിടിക്കണം. അത് അവന്റെ പേര് പോലീസിന്റെ നടപടികൾ എടുക്കട്ടെ, കേസെടുക്കട്ടെ. കാറിലെത്തിയ 4-അംഗ സംഘം ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. പെൺകുട്ടിയും റോഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല. കരുനാഗപ്പള്ളി, ഓച്ചിറ പോലീസ് സ്റ്റേഷനുകളിലെ 2 സംഘങ്ങൾ അന്വേഷണത്തിനായി ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. News 18, കൊല്ലം.
ഗോവയിൽ വിശ്വാസ വോട്ട് നേടി ബി.ജെ.പി. 15-നെതിരെ 20 വോട്ടുകൾ നേടിയാണ് പ്രമോദ് സാവന്ത് സർക്കാർ വിശ്വാസ പ്രമേയം വിജയിച്ചത്. 14 കോൺഗ്രസ് അംഗങ്ങളും ഒരു എൻ.സി.പി. അംഗവും വിശ്വാസ വോട്ടിനെ എതിർത്തു. ബി.ജെ.പിയുടെ 12 എം.എൽ.എമാർക്ക് പുറമെ മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവയുടെ 3 വീതം അംഗങ്ങളും 3 സ്വതന്ത്രരും ബി.ജെ.പിയെ പിന്തുണച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ ഗംഗായാത്രയ്ക്ക് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ ഇന്ന് സമാപനം. കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്ന പ്രിയങ്ക മത്സ്യത്തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനിടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി. നെഹ്റു കുടുംബത്തിന് വേരുകളുള്ള അലഹബാദിൽ നിന്ന് ഗംഗാനദിയിലൂടെ മോദിയുടെ മണ്ഡലമായ വാരാണസിയിലേക്ക് 3 ദിവസം നീണ്ട പ്രചാരണത്തിനിടെ ബോട്ടിലൂടെ മാത്രം 140 കിലോമീറ്റർ, ഇടയ്ക്ക് ബസ്സിലും ട്രെയിനിലും കാൽനടയായും സഞ്ചാരം. ഗംഗയുടെ ഇരുകരയിലുമുള്ളവരെ കണ്ടും അവരുമായി ആശയവിനിമയം നടത്തിയുമായിരുന്നു യാത്ര. ഒപ്പം പ്രധാന ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചും ബി.ജെ.പി. ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകിയുമായിരുന്നു പ്രിയങ്കയുടെ യാത്ര. BJP has systematically attacked every institution in this country for the last 5 years. So I think the Prime Minister should stop thinking that people are fools and understand that they see through all this. അതേസമയം കുടുംബരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ബ്ലോഗിലെ ലേഖനത്തെ വിമർശിച്ചുള്ള കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വിവാദമായി. കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് കുടുംബ പാരമ്പര്യത്തെ വിമർശിക്കാൻ കഴിയുമോ എന്നായിരുന്നു താരിഖ് അൻവറിന്റെ ചോദ്യം. जिसका कोई वंशी न हो वो कैसे ये बात कह सकता है. इलेक्शन डेस्क न्यूज़ 18. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പബ്ലിസിറ്റി മിനിസ്റ്റേഴ്സ് ഓഫീസായി മാറിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മണിപ്പൂരിൽ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. വിദ്യാഭ്യാസത്തിനായി കേന്ദ്രം വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ലെന്നും ഇതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് ചെലവേറുന്നതെന്നും രാഹുൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ബി.എസ്.പി. അധ്യക്ഷ മായാവതി. ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ ബി.എസ്.പി. എസ്.പി. ആർ.എൽ.ഡി. സഖ്യത്തിനാകുമെന്നും മായാവതി പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.എസ്.പിക്ക് ഒറ്റ സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. तथा अपनी पार्टी की मूवमेंट के व्यापक हित के साथ साथ जनहित व देश हित का भी यही तकाजा है कि मैं लोकसभा का चुनाव अभी नहीं लड़ूं. സഖ്യകക്ഷികളായ എസ്.പിക്കും ബി.എസ്.പിക്കും പ്രചാരണത്തിന് ഇനി ഒറ്റ ലോഗോ. ബി.എസ്.പിയുടെ ചിഹ്നമായ ആനയുടെ തുമ്പിക്കൈയും സമാജ്വാദി പാർട്ടിയുടെ സൈക്കിളിന്റെ ചക്രവും ചേർന്നതാണ് ലോഗോ. സമാജ്വാദി പാർട്ടിക്കും ബി.എസ്.പിക്കും പുറമെ അജിത് സിംഗിന്റെ ആർ.എൽ.ഡിയും മഹാസഖ്യത്തിന്റെ ഭാഗമാണ്. 80 മണ്ഡലങ്ങളിൽ 38 ബി.എസ്.പിയും 37 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും 3 സീറ്റിൽ ആർ.എൽ.ഡിയും മത്സരിക്കുന്നു. സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും മഹാസഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വാർത്തകളിലേക്ക്. ശശി തരൂരിനെ പിടിച്ചുകെട്ടാൻ ക്യാമ്പസുകളിൽ വോട്ട് തേടി സി ദിവാകരൻ. കഴിഞ്ഞ 2 തവണയും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വോട്ട് പിടിച്ച തരൂരിന് അതേ നാണയത്തിലുള്ള മറുപടി നൽകുകയാണ് ദിവാകരൻ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ പുതുമുഖമായെത്തിയ ശശി തരൂരിന് അനുകൂലമായത് യുവവോട്ടർമാരായിരുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള തരൂരിന്റെ പ്രചാരണം ഫലം കണ്ടു. അതും 2 തവണ. ഇക്കുറി അതേ തന്ത്രം തരൂരിനെതിരെ പ്രയോഗിക്കുകയാണ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരൻ. ഞാനിവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ. അതുകൊണ്ട് എന്റെ പിന്നാലെ വന്ന് പഠിക്കുന്ന കുട്ടികളെ കാണാൻ അവരുടെ അനുഗ്രഹം വാങ്ങാമെന്നാണ്. അവരുടെ അനുഗ്രഹം മറ്റേതിനേക്കാൾ വലുതാണ്. വികാരപരമായി എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വലിയ ബന്ധങ്ങൾ. ഞാൻ ഈ കോളേജിൽ മത്സരിച്ച് ജയിച്ചവരുതാണ്. കോളേജ് മാഗസീൻ എഡിറ്റർ. ആദ്യം സ്വന്തം കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു സന്ദർശനം. മുൻ കോളേജ് മാഗസിൻ എഡിറ്ററെ മുദ്രാവാക്യം വിളികളോടെ SFI പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് സംസ്കൃത കോളേജിലേക്ക്. അവിടെയും ഗംഭീര സ്വീകരണം. ആർട്സ് കോളേജ്, സംഗീത കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയ ദിവാകരൻ തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള തന്റെ പ്രവർത്തനം ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്ന് സി ദിവാകരൻ കരുതുന്നു. ഏതായാലും ആർട്സ് കോളേജിൽ നിന്നും ക്യാമറാമാൻ മനുവിനൊപ്പം VS അനു, ന്യൂസ് 18.
വിവിപാറ്റുള്ള പുതിയ വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വോട്ടർമാരുടെ സംശയങ്ങൾ നീക്കാൻ മാതൃകാ പോളിംഗ് ബൂത്ത് തന്നെ സജ്ജമാക്കിയിരിക്കുകയാണ് എറണാകുളം കളക്ട്രേറ്റിൽ. ഇലക്ട്രോണിക്കായി വോട്ട് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം കടലാസ് രസീതും പുറത്തുവരുന്ന വിവിപാറ്റ് യന്ത്രം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എറണാകുളം കളക്ട്രേറ്റിൽ. ഈ തെരഞ്ഞെടുപ്പിലാണ് രാജ്യമെമ്പാടും വിവിപാറ്റ് യന്ത്രം ആദ്യമായി ഉപയോഗിക്കുന്നത്. വിവിപാറ്റ് മെഷീൻസ് എന്താണ്, വിവിപാറ്റ് മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, വോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു സ്ലിപ്പ് കാണാൻ പറ്റും. ഒരു സ്ലിപ്പ് അത് 7 സെക്കൻഡ് അവിടെ തങ്ങി നിന്നതിന് ശേഷമായിരിക്കും അത് താഴോട്ട് വീഴുന്നത്. അപ്പോൾ അവർ ചെയ്ത വോട്ട് കറക്റ്റായിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് നേരിട്ട് കണ്ട് അറിയാൻ കഴിയും. അത് ഏറ്റവും പുതിയതായിട്ടുള്ള സംവിധാനം ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷനിൽ എല്ലാ പോളിംഗ് ബൂത്തിലും വിവിപാറ്റ് മെഷീൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ രസീതുകളും എണ്ണും. വിവിപാറ്റ് സംവിധാനത്തെക്കുറിച്ച് അറിയാനും വോട്ട് ചെയ്യാനുമായി നിരവധി ആളുകളാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. സംഗതി കൊള്ളാം. മറ്റുള്ള വോട്ട് ചെയ്യണ പോലെയല്ല, ഇത് നല്ല ഒരു സ്വയം നമ്മളെ വോട്ട് ചെയ്തത് നമ്മളെ നേരിട്ട് കാണുക. ഒരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ചെയ്തപ്പോൾ. മറ്റാദ്യം ഉണ്ടായിരുന്നതിലും നല്ലതായിട്ടാണ് തോന്നുന്നത്. കായലിന്റെയും ചീനവലയുടെയും ചിത്രങ്ങൾ അടങ്ങിയ ചുമരുകളാണ് മാതൃകാ പോളിംഗ് ബൂത്തിന്. സാധാരണ പോളിംഗ് ബൂത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. വെസ്റ്റ് നൈൽ പനിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം മലപ്പുറത്തെത്തി. മരിച്ച 6 വയസ്സുകാരന്റെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും ക്യൂലസ് കൊതുകുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കോട്ടയത്തുള്ള വെക്ടർ കൺട്രോൾ റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ ആദ്യമെത്തിയത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മരിച്ച 6 വയസ്സുകാരൻ മുഹമ്മദ് ഷാന്റെ അമ്മ വീടായ വെന്നിയൂരിലാണ്. സംഘം വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും കൊതുകുകളുടെ സാമ്പിൾ ശേഖരിച്ചു. ക്യൂലക്സ് കൊതുകുകളുടെ വലിയ തോതിലുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചു. We find out infection is there or not, and after that we will suggest that virus is present or not in the vector species. മുഹമ്മദ് ഷാന്റെ വേങ്ങരയിലെ വീട്ടിലും സംഘം പരിശോധന നടത്തി. സംസ്ഥാന എൻഡോമോളജി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നാളെ പരിശോധനയ്ക്കെത്തും. പക്ഷികളിൽ നിന്നും കൊതുകുകൾ വഴിയാണ് വെസ്റ്റ് നൈൽ വൈറസ് ബാധിക്കുന്നത്. വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പടർന്നിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. ന്യൂസ് 18 മലപ്പുറം.